മാനേജർ സർട്ടിഫിക്കറ്റ് ചോദിച്ച കാര്യം അമ്മയോട് പറഞ്ഞായിരുന്നു. അപ്പൊ അമ്മ പറഞ്ഞ IT കമ്പനിയില് കാര്യം ജോലി കിട്ടിയ കാര്യം ഇവിടെ പറയാനായിട്ട്. ഓരോ തവണയും ഞാൻ കള്ളം പറയാൻ മടിച്ചപ്പോ എല്ലാം ഇവിടെ വരെ എത്തിച്ചതല്ലേ, നീയായിട്ട് കൊണ്ട് നശിപ്പിക്കല്ലേ എന്ന് പറഞ്ഞ് എന്നെ കൊണ്ടിങ്ങനെ വീണ്ടും വീണ്ടും എന്നെ കൊണ്ട് കള്ളം പറയിപ്പിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ഓരോ നിമിഷവും ഒന്ന് ഞാൻ അനുഭവിച്ച വേദന അച്ഛനോ അമ്മയോ ആരും മനസ്സിലാക്കിയില്ല. ഹോട്ടലില് എച്ചിൽ പാത്രം എടുക്കുമ്പോ അവിടുത്തെ മുതലാളിയൊക്കെ ഇങ്ങനെ വഴക്ക് പറയുമ്പോ അപ്പോഴൊക്കെ ഞാൻ എന്റെ അമ്മയെ വിളിച്ച് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. ഒരമ്മമാരും സ്വന്തം മക്കളോട് ഇത്രയും ക്രൂരത കാണിക്കില്ല എന്ന് എത്രയോ തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പാടില്ലായിരുന്നു. അവരെ അനുസരിക്കാൻ പാടില്ലായിരുന്നു. അവരെ അനുസരിച്ച് ഇപ്പൊ കള്ളി എന്നുള്ള പേര് എനിക്ക് കേട്ടിരിക്കുന്നു. ഞാൻ ഒരാള് കാരണം എത്ര പേരുടെ ജീവിതം തകർന്ന് അവന്റെ ആനന്ദായിട്ട് എത്രമാത്രം വിഷമിക്കുന്നുണ്ട്. പാലിച്ച അമ്മ, അനിയന്മാര്, നിങ്ങള് എല്ലാരും ഞാൻ കാരണം വേദനിക്കുമല്ലേ. ഓരോ തവണ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോ അമ്മയെ വിളിച്ച് ഞാൻ കരഞ്ഞു പറയായിരുന്നു, ഇനിയെങ്കിലും ഇവിടെ വെച്ച് എല്ലാം ഒന്ന് നിർത്താന്ന്. അപ്പോഴൊക്കെ അച്ഛനും അമ്മയും എന്നെ കൊണ്ട് പുതിയ പുതിയ കള്ളങ്ങൾ ഇങ്ങനെ പറയിച്ചുകൊണ്ടിരുന്നു. അവര് പറഞ്ഞ അന്ന് കള്ളങ്ങള് അതുപോലെ ഞാൻ പറഞ്ഞതല്ലാതെ ഞാനായിട്ട് ഈ കുടുംബത്തിനോ ആനന്ദേട്ടനോ ദോഷം വരുന്ന രീതിയിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. നിന്റെ വീട്ടുകാര് പറഞ്ഞു തന്ന കാര്യങ്ങൾ അതുപോലെ ഇവിടെ പറയുക മാത്രമേ നീ ചെയ്തിട്ടുള്ളൂ അല്ലടി? നിനക്ക് നാണമില്ലേടി? ഒരു കുടുംബത്ത് വന്ന് ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് ഇപ്പൊ ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കുക. നിന്നെ ഞാൻ ഒരുപാട് വിശ്വസിച്ചിരുന്നു, സ്നേഹിച്ചിരുന്നു. കോടീശ്വരനായ ഉദയഭാനുവിന്റെ മകളായതുകൊണ്ട് അല്ലടി ഞാൻ നിന്നെ സ്നേഹിച്ചത്. എനിക്കാദ്യം പണമോ പൊന്നോ ഒന്നും വേണ്ട. അതൊന്നും കണ്ടിട്ടല്ല ഗോമതി ഒരാളെ ഇഷ്ടപ്പെടുന്നതും ഒരാളെ സ്നേഹിക്കുന്നതും. പക്ഷെ നീ എന്നെ ചതിച്ചു. നീ എന്നോട് ചെയ്ത ആ ചതി, ആ മുറിവ്, ആ വേദന മറക്കില്ലടി. ഒരു കാലത്ത് ഈ ഗോമതി മറക്കില്ല. നിനക്ക് നിന്റെ വീട്ടുകാർക്ക് നാണവും മാനവും ഉണ്ടോടി? നീയും നിന്റെ ഒരു കുടുംബവും. ഇതാണോടി കുടുംബം? കൊള്ളക്കൂട്ടങ്ങള്. നിങ്ങളൊക്കെ കൂടി തൊലച്ച് നശിപ്പിച്ച് കളഞ്ഞത് എന്റെ മോന്റെ ജീവിതമാ. നിന്നോട് അവൻ എന്ത് തെറ്റാടി ചെയ്തത്? നിന്റെ തന്തയ്ക്ക് നിന്റെ കല്യാണം നടത്താൻ കഴിയില്ലായിരുന്നെങ്കിലേ അയാള് നിന്നെ വല്ല കടലിലും കെട്ടി താഴ്ത്തണമായിരുന്നു. ദേ, ഇവൾക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ ഒറ്റ ഒരാളും വന്നു പോരുത്.
ഇവൾക്ക് വേണ്ടി സംസാരിക്കുന്നവർ ആരായാലും അവരീ ഗോമതിയുടെ ശത്രുക്കളായിരിക്കും. മീനു, മിത്രേ, നിങ്ങൾ എന്നെ അപ്പച്ചിന്ന് വിളിക്കുന്നതും അമ്മയെന്ന് വിളിക്കുന്നതും ആത്മാർത്ഥമായിട്ടാണെങ്കിൽ എന്റെ കൂടെ നിൽക്കണം, എന്റെ തീരുമാനങ്ങൾക്കൊപ്പം നിൽക്കണം. അതല്ല നിങ്ങളും കൂടെ എന്നെ ചതിക്കാനാണ് തീരുമാനമെങ്കിൽ ആയിക്കോ. എന്റെ മോനൊരു പാവമായതുകൊണ്ടല്ലേടി നിനക്ക് അവനെ പറ്റിക്കാൻ പറ്റിയത്. അവൻ എന്തുമാത്രം വേദന അനുഭവിച്ചു. എല്ലാവരുടെയും മുമ്പിൽ ഒരു കോമാളിയെ പോലെ അവൻ സന്തോഷം അഭിനയിച്ചു. നല്ലൊരു കുടുംബജീവിതം നയിക്കുകയാണെന്ന് ഞങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു അവൻ. അപ്പോഴൊക്കെ അവന്റെ ഉള്ള നേരാണെന്ന് ഞാൻ അറിഞ്ഞില്ല. പക്ഷെ നിനക്കറിയാമായിരുന്നു. എന്നിട്ട് നീ എന്താ ചെയ്തത്? നീ ഇവിടെ സുഖിച്ച് കഴിയായിരുന്നു അല്ലേടി? ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് അവള് കരയുന്നു. ആരെ കാണിക്കാനാണ് നിന്റെ ഈ കണ്ണീര്? ബാലട്ട് പറയുന്നതിനപ്പുറം അവനില്ല. അത്രയ്ക്ക് സ്നേഹവും ബഹുമാനവും ഉണ്ട് അവനവന്റെ അച്ഛനോട്. ബാലട്ടൻ കാണിച്ചു കൊടുത്ത പെണ്ണിന്റെ പഠിപ്പോ കുടുംബോ ഒന്നും അന്വേഷിക്കാതെ നിന്റെ കഴുത്തിൽ താലി കെട്ടിയവനാടി എന്റെ മോൻ. അങ്ങനെ ഒരു പാവത്തിനെ ചതിക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നടി? ഒരാൾക്ക് ഒരു ദ്രോഹം ചെയ്യാത്തവനവൻ. അവന്റെ ജീവിതം നീയൊക്കെ കൂടി ഇങ്ങനെ നശിപ്പിച്ച് കളഞ്ഞല്ലോടി. ഈ നിൽക്കുന്ന മീനുവിനെയും ഇത്രയെക്കാളും കൂടുതൽ ഞാൻ നിന്നെ സ്നേഹിച്ച്. ഈ നിൽക്കുന്ന മീനുവിനെയും ഇത്രയെക്കാളും കൂടുതൽ ഞാൻ നിന്നെ സ്നേഹിച്ച്. എന്നെ ചതിക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നത്? നിന്നെ പറ്റി പറയുമ്പോഴേ എന്റെ ബാലേട്ടന് 100 നാവായിരുന്നു. വലിയ പഠിപ്പുള്ള കുട്ടി, വലിയ വീട്ടിലെ കുട്ടി. എന്നിട്ട് അതിന്റെ യാതൊരു അഹങ്കാരവും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ ഒതുങ്ങി കഴിയുന്നു. ഇങ്ങനെ ആവണം പെൺകുട്ടികൾ. അങ്ങനെ എത്ര പേരോടാ ആ മനുഷ്യൻ നിന്നെ പറ്റി അഭിമാനത്തോടെ പറഞ്ഞിട്ടുള്ളത് അറിയോ? നിന്റെ കല്യാണം നടക്കാൻ കാരണം ആ മനുഷ്യനാ. ആ മനുഷ്യൻ തല താഴ്ത്തി നിൽക്കേണ്ട അവസ്ഥയിലേക്ക് നീ കൊണ്ടെത്തിച്ചില്ലേ? വലിയ പഠിപ്പുകാരി. നീ പഠിച്ചത് എന്താണെന്നേ ഇപ്പൊ മനസ്സിലായി എനിക്ക്. പറഞ്ഞു പറ്റിക്കാനും ചതിക്കാനും അതല്ലേടി നീ പഠിച്ചത്. നീ ജോലിക്ക് പോകുമ്പോ ചോറ് പൊതിഞ്ഞ് ഞാൻ തന്നുവിടും. ജോലി കഴിഞ്ഞു വരാൻ ഒരു 5 മിനിറ്റ് താമസിച്ച എന്റെ ഉള്ളിൽ തീയ. എന്തെങ്കിലും പറ്റിയോ? അറിയാത്ത സ്ഥലമല്ലേ? എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ എന്നൊക്കെ ആലോചിച്ച് ഞാൻ വെപ്രാളം വിടും. ഈ മീനും ഇത്രയൊക്കെ എന്നെ കളിയാക്കുമായിരുന്നു. എന്നാലും നീ തിരിച്ചു വരുന്നത് വരെ എനിക്ക് സമാധാനം ഉണ്ടാവില്ലായിരുന്നു. അങ്ങനെ ഞാൻ സ്നേഹിച്ചതല്ലേടി നിന്നെ. പ്ലീസ് മതി, ഇനിയൊന്നും പറയണ്ട. നിങ്ങൾക്കറിയോ എന്റെ ഉള്ള പിടയ്ക്കുക. ഇവളെന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ മീനു. ഇവളൊറ്റ ഒരുത്തി കാരണല്ലേ എന്റെ ധർമ്മൻ ഇവിടെ നിന്ന് പോയത്. ഇവളുടെ തന്ന പണം മോഷ്ടിച്ചു. ആ കുറ്റം പാവം എന്റെ അനിയൻ ഏറ്റെടുക്കേണ്ടി വന്നു. ഞാൻ അവനെ സംശയിച്ചില്ലേ? അറിയാതെയാണെങ്കിലും ഞാൻ അവനോട് ചോദിച്ചു.
ചോദിച്ചു പോയില്ലേ? കൃഷ്ണമംഗലത്ത് നിന്ന് എന്റെ കൈ പിടിച്ചു വന്നവൻ എന്റെ ധർമ്മൻ. അവന് ഇവളെനിക്ക് നഷ്ടമാക്കി. ഇല്ല അമ്മ, സത്യമായിട്ട് എനിക്കറിയില്ലായിരുന്നു അമ്മ. അച്ഛനാണ് ആ പണം എടുത്തതെന്ന് എനിക്കറിയില്ലായിരുന്നു അമ്മ. നിനക്കെല്ലാം അറിയായിരുന്നു. ഞാനൊരു പൊട്ടത്തിയ, വിദ്യാഭ്യാസമില്ല, വലിയ ബുദ്ധിയോ വിവേകോ ഒന്നുമില്ല. പക്ഷെ എനിക്ക് സ്നേഹിക്കാൻ അറിയാം. കള്ളമില്ലാതെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ അറിയാം. ഒന്നും പ്രതീക്ഷിക്കാതെ, ഒന്നും കണക്ക് കൂട്ടാതെ സ്നേഹിക്കാൻ വേണ്ടി മാത്രം ഞാൻ ആളുകളെ സ്നേഹിക്കുന്നത്. എന്നെ നീ ചതിച്ചില്ലേടേ. നീ നോക്കിക്കോ, എന്റെ മരണം വരെ നിന്നോട് ഞാൻ ക്ഷമിക്കില്ല. നീ കാണിച്ച ഈ ചതി ഞാൻ ഒരിക്കലും മറക്കില്ല. അവള് ജോലി എന്ന് പറഞ്ഞ് രാവിലെ ഇവിടെ ഇറങ്ങും. എന്നിട്ട് കണ്ടിടത്തെല്ലാം നിരങ്ങി വൈകുന്നേരം ആവുമ്പോ തിരിച്ചു വരും. നീ വലിയൊരു പഠിപ്പുകാരിയാണെന്ന് വിശ്വസിച്ചത് കൊണ്ടല്ലേടി എന്റെ ബാലേട്ട് നിനക്ക് ആ സ്കൂളിൽ ജോലി വാങ്ങി തന്നത്. നീ കാണിച്ച ഈ ചതി അന്നേ പുറത്തറിഞ്ഞിരുന്നെങ്കിൽ എന്റെ ബാലേട്ടിന്റെ അവസ്ഥ എന്താവുമായിരുന്നു? നിന്നെയും നിന്റെ തന്തയും പോലെ നാട്ടുകാരെ പറ്റിച്ചിട്ടല്ലടി ആ മനുഷ്യൻ ജീവിക്കുന്നത്. നിന്നെ ആ ഹോട്ടലിൽ വെച്ച് ബാലേട്ടിന്റെ പരിചയമുള്ള ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ എന്തായനെ? മരുമോളെ ഹോട്ടൽ ജോലിക്ക് വിട്ട് ബാലൻ സമ്പാദിക്കുന്നു. ആ പേരുദോഷം കൂടി ആ മനുഷ്യൻ കേൾക്കേണ്ടി വന്നേനെ. നിനക്ക് നിന്റെ കുടുംബത്തിന് ഉളുപ്പ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. പറയടി, നീ വേറെ എന്തെല്ലാം കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്? ഈ പെരിങ്ങൾ ഇവിടെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത്? ഗോമതി സ്റ്റോറിലേക്ക് ആഹാരം കൊണ്ടുപോന്നു, ഭർത്താവിന് ആഹാരം കൊണ്ടുപോന്നു. ഇവള് നല്ലൊരു ഭാര്യയാണെന്ന് തെറ്റിദ്ധരിച്ചു പോയി ഞാൻ. ഈ നശിച്ചവൾ എന്നെ അങ്ങനെ വിശ്വസിപ്പിച്ചു. ദൈവമംഗലത്തുകാരുടെ മനസ്സിൽ ഇടം പിടിക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് നിന്റെ തന്തയും തള്ളയായിരിക്കും നിനക്ക് പറഞ്ഞു തന്നത് അല്ലേടി? അതോ നിന്റെ സ്വന്തം ബുദ്ധിയിൽ വിരിഞ്ഞ ആശയമായിരുന്നോ ഇത്? ഒരു കാര്യം ഓർത്തോ നീ? നീ നിന്റെ കുടുംബം ഒരു കാലത്തും ഗുണം പിടിക്കില്ല. എന്റെ ശാപം ഇത്. മനസ്സ് നീറിയ ഒരമ്മയുടെ ശാപം. അങ്ങനെ പറയല്ല അമ്മ. അപ്പച്ചി, അങ്ങനെ തന്നെ പറയും. എന്റെ ശാപം ഫലിക്കും. നീ കണ്ടോ? നാളെ നേരെ ഒന്ന് വെളുക്കട്ടെ. ബാലനാണല്ലോ. ഇയാള് രാത്രി പെട്ടെന്ന് എന്തിനാ ഇങ്ങോട്ട് വിളിക്കുന്നേ? ഹലോ മിസ്റ്റർ ബാലൻ. ഉദയഭാനു സാർ വീട്ടിലാണല്ലോ അല്ലേ? ആ അതേ ബാല, വീട്ടിലാണ്. ഇന്ന് ഹൈദരാബാദിൽ ഒരു ബിസിനസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ മോളെ കാണാൻ ഗോമതി സ്റ്റോറിലേക്ക് വന്നതുകൊണ്ട് ആ മീറ്റിംഗ് ക്യാൻസൽ ചെയ്തു. അത് നാളത്തേക്ക് മാറ്റി. അല്ല, നാളെ എത്ര മണിക്കാ മീറ്റിംഗ്? ഇനി രാവിലെ ആണെങ്കിൽ
ആ മീറ്റിംഗ് ഉച്ചയ്ക്ക് ശേഷത്തേക്കൊന്ന് മാറ്റിയാൽ സന്തോഷം. എന്താ മിസ്റ്റർ ബാലൻ? സാറും ഭാര്യയും കൂടി ഇങ്ങോട്ടൊന്ന് വരണം. എന്താ മിസ്റ്റർ ബാലൻ, എന്തെങ്കിലും ഫംഗ്ഷനോ മറ്റോ ആണോ? ചെറിയൊരു ഫംഗ്ഷനുണ്ട്. എന്താണ്? ആരുടെയെങ്കിലും ബർത്ത്ഡേ ഫംഗ്ഷൻ മറ്റോ ആണോ? ഒരാഘോഷം. എന്താണെന്ന് നേരിൽ വരുമ്പോ അറിയാം. ഓ, സർപ്രൈസ് ആണല്ലേ. കാര്യമായിട്ടുള്ള ഏതോ ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലായി. എന്നാലും പറയൂ മിസ്റ്റർ ബാലൻ. ഓക്കെ, ഇവിടെ വന്ന് കാണുന്നല്ലേ ഭംഗി. നാളെ വരും. ഓക്കെ. ഓക്കെ ബാലൻ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ഗോമതി, എടോ, സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ലായിരുന്നു. മക്കളുടെ കല്യാണത്തെക്കുറിച്ച് എനിക്ക് കുറേ സ്വപ്നങ്ങളുണ്ടായിരുന്നു. ആരിൽ നിന്നും ആകാശിൽ നിന്നും എനിക്കത് കിട്ടിയില്ല. അവസാനം ആനന്ദൻ ഇങ്ങനൊരു ആലോചന വന്നപ്പോൾ അത് ദൈവം തന്ന വരം പോലെയാ എനിക്ക് തോന്നിയത്. എനിക്ക് അപ്പോ ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു. എന്നെ ഒരു ദൈവത്തെ പോലെ കരുതിയവന ആനന്ദ് ഇപ്പോഴും അങ്ങനെ തന്നെയാ. എന്നോടുള്ള അവന്റെ സ്നേഹത്തിന് ഞാൻ കൊടുത്ത സമ്മാനമായിരുന്നു ഈ കല്യാണം. പുറം പൂച്ച് കണ്ട് ഞാനങ്ങ് വിശ്വസിച്ചു. അതെ, എല്ലാവരും നമ്മളെപ്പോലെ സത്യം പറയുന്നവരാണെന്ന് ഞാൻ വിശ്വസിച്ചു പോയി. ദേവിക്കെങ്കിലും തുറന്നു പറയാമായിരുന്നു. അവളും ഒക്കെ മറച്ചു വെച്ചു. എടോ, താൻ എന്നെ ശപിക്കുമായിരിക്കുമല്ലേ ഗോമതി? ഗോമതി, എടോ ഗോമതി, ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ലേ? എനിക്കൊന്നും കേൾക്കണ്ട. ബാലേട്ടനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ അവൾക്ക് ഈ ജന്മത്തിൽ ഞാൻ മാപ്പ് കൊടുക്കില്ല. പാവം നമ്മുടെ ആനന്ദ് ഇത്രയും നാള് തീ തന്നെയായിരുന്നില്ല. കള്ളി, പേരും കള്ളി. നാളെ നേരം വെളുത്തോട്ടെ. ബാലേട്ട, നമ്മുടെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ. la 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 la
അപമാനിക്കാനാണോ? ദേ, ഇനിയും കള്ളം പറഞ്ഞ് രക്ഷപ്പെടാന്ന് കരുതണ്ട. ഇവള് BA MA ഒന്നും പഠിച്ചിട്ടില്ല. വെറും 10ാം ക്ലാസ് വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ദേവിക്ക് ലിറ്ററേച്ചർ കിട്ടിയ ഗോൾഡ് മെഡൽ കാണണമെങ്കിൽ പറഞ്ഞാ പോരെ? വീട്ടിൽ ഇരിപ്പുണ്ട്, കാണിക്കാം. നിർത്ത. ഇവൾ ഈ വീട്ടിലേക്ക് വന്നു കയറിയ അന്നു മുതൽ ഞങ്ങളുടെയൊക്കെ മുന്നിൽ അഭിനയിക്കായിരുന്നു.